BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഹൈക്കോടതി പുതിയ കേസെടുക്കും. നിലവിലെ കേസിന് പുറമെയാണ് സ്വമേധയാ പുതിയ കേസ്. നിലവിലെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവർ കക്ഷികളാണ്. കക്ഷികൾ എന്ന നിലയിൽ ഇവരെ ഒഴിവാക്കുകയായിരിക്കും പുതിയ കേസ്. ഗൂഢാലോചന അന്വേഷിക്കണം. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി അറിയിച്ചു. അടച്ചിട്ട കോടതി മുറിയിലാണ് കേസ് നടന്നത്. SITയുടെ SP S ശശിധരനെ വിളിച്ച് കോടതി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. നിലവിലെ അന്വേഷണ പുരോഗതി ഉദ്യോഗസ്ഥർ കോടതിക്ക് കൈമാറി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രകാരം സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്ന് തെളിഞ്ഞെങ്കിലും അതിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീങ്ങുന്നില്ലെന്നും കോടതി ചോദിച്ചു. കേസ് നവംബർ 15 പരിഗണിക്കുവാനായി മാറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകുവാൻ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേസ് നടന്നത്. ഇസ്രായേൽ കരാർ ലംഘിക്കുന്നു. ഏകീകൃത പലസ്തീൻ യാഥാർത്ഥ്യമാകും വരെ മധ്യസ്ഥരുടെ റോളിൽ നിലകൊള്ളും ഖത്തർ അമീർ. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്ന് ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനി. ഇസ്രായേൽ കഴിഞ്ഞ 2 വർഷമായി നടത്തിയത് വംശഹത്യയല്ലാതെ മറ്റൊന്നുമല്ലെന്നും ഖത്തർ അമീർ വിമർശിച്ചു. ഗസ പലസ്തീനിയൻ ഭൂഭാഗത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഏകീകൃത പലസ്തീൻ യാഥാർത്ഥ്യമാകും വരെ മധ്യസ്ഥരുടെ റോളിൽ ഖത്തർ നിലകൊള്ളുമെന്നും അൽത്താനി വ്യക്തമാക്കി. ഖത്തറിന് നേരെ സെപ്റ്റംബറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അമീർ അപലപിച്ചു. ഷൂറ കൌൺസിലിന്റെ ആദ്യ യോഗത്തിലാണ് അമീറിന്റെ പരാമർശം. പലസ്തീനിലെ എല്ലാ ഇസ്രായേലി നിയമലംഘനങ്ങളെയും നടപടികളെയും ഞങ്ങൾ ആവർത്തിച്ച് അപലപിക്കുന്നു. പ്രത്യേകിച്ച് ഗസ മുനമ്പിനെ മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്ത ഒരു പ്രദേശമാക്കി മാറ്റിയതിനെയും വെടിനിർത്തലിന്റെ തുടർച്ചയായ ലംഘനത്തെയും അപലപിക്കുന്നു, ഖത്തർ അമീർ പറഞ്ഞു. ഗസയിൽ നിന്നും ബന്ദികളുടെ എല്ലാ മൃതദേഹങ്ങളും തിരികെ നൽകാതിരിക്കുന്നതിലൂടെ ഹമാസ് കരാറിന്റെ ആദ്യഘട്ടം ലംഘിക്കുകയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു. പലസ്തീൻ പ്രശ്നം ഭീകരവാദത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് അധിനിവേശത്തിന്റെ പ്രശ്നമാണെന്നും തമീം ബിൻ ഹമദ് അൽ താനി പറഞ്ഞു. ഗസയിലെ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ഒരു വംശഹത്യയ്ക്ക് തുല്യമാണെന്ന് ഖത്തർ അമീർ കുറ്റപ്പെടുത്തി. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ടയർ ഊരിത്തെറിച്ച് ഓടയിൽ വീണു. കിഴക്കേക്കോട്ടയിൽ നിന്നും നെടുമങ്ങാട്ടേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം നെടുമങ്ങാട് KSRTC ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസിന്റെ ടയറാണ് ഊരിത്തെറിച്ചത്. നെടുമങ്ങാട് 8-ാം കല്ലിലാണ് സംഭവം. ബസിൽ 4 യാത്രക്കാരുണ്ടായിരുന്നു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിലൂടെ വൻ ദുരന്തം ഒഴിവായി. കിഴക്കേക്കോട്ടയിൽ നിന്നും നെടുമങ്ങാട്ടേക്ക് വരികയായിരുന്ന നെടുമങ്ങാട് സ്റ്റാൻഡിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ തൊട്ടടുത്ത ഓടയിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണ് ഉള്ളത്. നാളെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടും വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കാസർകോട്, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുവാൻ സാധ്യത. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകുവാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. BJP പോസ്റ്ററുകളിൽ നിന്നും കാവി ഔട്ട്. കേരള BJPയുടെ പ്രചാരണ പോസ്റ്ററുകളിൽ നിന്നും കാവി നിറം ഒഴിവാക്കി. കേരള BJPയുടെ പ്രചാരണ പോസ്റ്ററുകളിൽ നിന്നും കാവി നിറം ഒഴിവാക്കി. ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടെ നിൽക്കണം എങ്കിൽ കാവി പാടില്ലെന്ന് IT സെല്ലിന് നിർദ്ദേശം. കഴിഞ്ഞ 1 മാസത്തോളമായി BJP കേരളം പേജിൽ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്ററുകളിലോ ഗൃഹസമ്പർക്ക പോസ്റ്ററുകളിലോ കാവി നിറം ഇല്ല. എന്നാൽ പാർട്ടിയുടെ അടിസ്ഥാന നിറമായ കാവിയെ ഒഴിവാക്കുന്നതിൽ പാർട്ടി അണികളിൽ കടുത്ത വിയോജിപ്പുണ്ട്. RSS 100ാം വാർഷികത്തോടനുബന്ധിച്ച് പഥസഞ്ചലനത്തിൽ രാജീവ് ചന്ദ്രശേഖർ, അനൂപ് ആന്റണി, ഷോൺ ജോർജ് എന്നിവർ ഘനവേഷം ധരിക്കാത്തതും പ്രവർത്തകർക്കിടയിൽ ചർച്ചയായി.
ഓഫീസ് ജീവനക്കാരുടെ അടിയന്തര യോഗം ബിജെപി ഓഫീസ് സെക്രട്ടറി വിളിച്ചു. വാർത്ത ചോരുന്നതിൽ മുന്നറിയിപ്പ് നൽകി. ഇനിയും വാർത്തകൾ ചോർന്നാൽ കർശന നടപടി എന്നാണ് മുന്നറിയിപ്പ്. ബിജെപി സർക്കുലർ ഉൾപ്പെടെ പുറത്തുവിടുന്ന പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം വിളിച്ചത്. ഇനിയും വാർത്ത ചോർന്നാൽ കർശന നടപടിയെന്ന് പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധി. സർക്കാർ ആശുപത്രികളിൽ നിന്നും ഉപകരണങ്ങൾ തിരിച്ചെടുക്കുവാൻ വിതരണക്കാരുടെ നീക്കം. കുടിശ്ശിക ലഭിക്കാത്തതോടെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുവാൻ വിതരണക്കാരുടെ നീക്കം. ഉപകരണ വിതരണക്കാർ ആശുപത്രികളിലെത്തി. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിലാണ് പ്രതിസന്ധി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി ചർച്ച നടത്തുകയാണ്. എറണാകുളം GHലും ഉപകരണങ്ങൾ തിരിച്ചെടുക്കും എന്നാണ് മുന്നറിയിപ്പ്. നേരത്തെ തന്നെ വിതരണക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഉപകരണ വിതരണ കമ്പനിക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. പലതവണ സർക്കാരുമായി വിതരണക്കാർ ചർച്ച നടത്തിയെങ്കിലും പണം നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് കടുത്ത നടപടിയിലേക്ക് വിതരണക്കാർ കടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നും നേരത്തെ നൽകിയിരുന്ന ഉപകരണങ്ങൾ തിരിച്ചെടുക്കുവാനാണ് വിതരണക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 2024 ജൂലൈ 1 മുതൽ 159 കോടി രൂപ കുടിശ്ശിക ഉണ്ട് എന്നാണ് വിതരണക്കാർ പറയുന്നത്. ഉപകരണങ്ങൾ തിരിച്ചെടുത്താൽ ഹൃദയ ചികിത്സ മുടങ്ങും. സെപ്റ്റംബർ മുതൽ പുതിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്കുകളുടെ പണം പോലും നൽകാനുണ്ടെന്നാണ് കമ്പനിക്കാർ പറയുന്നത്. അതിനാൽ ഉപകരണങ്ങൾ തിരിച്ചെടുത്തേ മതിയാകൂ എന്ന നിലപാടിലാണ് വിതരണക്കാർ. ഒക്ടോബർ 4 വരെയായിരുന്നു സമയം നൽകിയിരുന്നത്. എന്നാൽ കുടിശ്ശികയിൽ തീരുമാനമായില്ല. ഞാനും എന്റെ അച്ഛനപ്പൂപ്പന്മാരും അനുഭവിച്ച കാര്യങ്ങൾ സിനിമയാക്കുന്നത് എന്റെ സ്വാതന്ത്ര്യം. മാരി സെൽവരാജ്. താനും തന്റെ അച്ഛനപ്പൂപ്പന്മാരും അനുഭവിച്ച ജാതീയതയെക്കുറിച്ച് സിനിമയെടുക്കുന്നത് തന്റെ സ്വാതന്ത്ര്യമാണെന്ന് തമിഴ് സംവിധായകൻ മാരി സെൽവരാജ്. ജാതീയതയെക്കുറിച്ച് മാത്രം സിനിമയെടുക്കുന്ന സംവിധായകൻ എന്നുള്ള പഴിയിൽ വിഷമമാവില്ല, മറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം തന്റെ പുതിയ ചിത്രമായ ബൈസൺ കാലമാടൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷണൽ പ്രസ് മീറ്റിൽ പറഞ്ഞു. ജാതിപ്പടം പിടുത്തക്കാരൻ എന്നൊരു സ്റ്റാമ്പ് എന്റെ മേൽ പലരും പതിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ജാതിയാൽ എന്റെ അത്രയും ദ്രോഹങ്ങളും ഉപദ്രവങ്ങളും നേരിട്ട ഒരാൾ തമിഴ് സിനിമയിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ നിന്നും അതിജീവിച്ച് ഇവിടം വരെ വന്നതിന്റെ വേദന എനിക്കേ അറിയൂ. അങ്ങനെ ഒരാളോട് അതൊക്കെ മറന്ന് ആടൂ പാടൂ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, മാരി സെൽവരാജ് പറയുന്നു. പരിയേറും പെരുമാൾ എന്ന ആദ്യ ചിത്രം കൊണ്ട് തെന്നിന്ത്യൻ സിനിമാ സംവിധായകരിൽ ഏറെ ശ്രദ്ധ നേടിയ മാരി സെൽവരാജ് ഇപ്പോൾ തിയേറ്ററുകളിലുള്ള ബൈസൺ കാലമാടൻ കൂടാതെ ധനുഷിനെ നായകനാക്കി കർണൻ, ഉദയനിധി വടിവേലു, ഫഹദ് ഫാസിൽ എന്നിവരെ അണിനിരത്തി മാമന്നൻ, കുട്ടികളുടെ കഥ പറയുന്ന വാഴ എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. വാഴ എന്ന ചിത്രം പ്രമേയമാക്കിയിരിക്കുന്നത് മാരി സെൽവരാജിന്റെ സ്കൂൾ കാലഘട്ടവും അദ്ദേഹത്തിന്റെ ഗ്രാമവാസികൾ നേരിട്ട അനീതിയും സഹോദരിയുടെ മരണവുമൊക്കെയാണ്. കർണൻ, ബൈസൺ എന്നീ ചിത്രങ്ങൾ സംഭവ കഥകളെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചത്. മാമന്നൻ, തേവർ മകൻ എന്ന ചിത്രത്തിന്റെ പ്രമേയത്തിന്റെ പുനർവായനയായിരുന്നു. തന്റെ എല്ലാ ചിത്രങ്ങളിലും സ്വന്തം അനുഭവങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും മാരി സെൽവരാജ് പറയുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.